നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീലുമായി സർക്കാർ ഹൈക്കോടതിയിൽ. വിചാരണ കോടതിയിൽ നീതിപൂർവമായ വിചാരണയല്ല നടന്നത്. തെളിവുകൾ പലതും നിരാകരിക്കപ്പെട്ടു. സാക്ഷിമൊഴികൾ നിസ്സാര കാരണങ്ങളുടെ പേരിൽ തള്ളുകയും ചെയ്തു. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി അറിഞ്ഞിട്ടും വിചാരണ കോടതി ഇത് പൂഴ്ത്തിവെച്ചുവെന്നും അപ്പീലിൽ ആരോപിക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ സർക്കാരിന്റെ അപ്പീൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫോക്കസ് പോയിന്റ് കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപ് തന്നെയാണ്. ദിലീപിനെ വെറുതെ വിടാൻ വിചാരണ കോടതി നിരത്തിയിരിക്കുന്ന വാദങ്ങളെയാണ് ഈ അപ്പീൽ ഹർജിയിൽ പ്രധാനമായും സർക്കാർ തള്ളിക്കളയുന്നത്. ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും അതൊന്നും വിചാരണ കോടതി പരിഗണിച്ചിട്ടേയില്ല. അതാണ് ഈ വാദത്തിൽ പ്രധാനമായും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ ഗൂഢാലോചനയ്ക്കും അതിൻ്റെ മോട്ടീവിനും കൃത്യമായ തെളിവുകൾ വിചാരണ കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷന് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനെ ഒന്നും വിചാരണ കോടതി കണക്കിലെടുത്തിട്ടില്ല. തെളിവുകളെ ദിലീപിന് അനുകൂലമായ രീതിയിലാണ് കോടതി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതാണ് സർക്കാർ അപ്പീലിൻ്റെ കാതലായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് പല സാക്ഷിമൊഴികളും നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് വിചാരണ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായി പിന്നീട് അവതരിപ്പിക്കപ്പെട്ട സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ അവിശ്വസിക്കുകയാണ് വിചാരണ കോടതി ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് തെറ്റായ രീതിയാണ്. കാരണം ബാലചന്ദ്രകുമാർ കൃത്യമായ കാര്യകാരണങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയിലും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയിലും കൃത്യമായ തെളിവുകൾ ദിലീപിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വിചാരണ കോടതി കണക്കിലെടുത്തിട്ടില്ല എന്നാണ് സർക്കാർ അപ്പീലിൽ പറയുന്നത്. ഏതാണ്ട് 400 പേജോളം വരുന്ന വളരെ വിശദമായ അപ്പീൽ ഹർജിയാണ് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദിലീപിനൊപ്പം തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട, അതായത് കുറ്റവിമുക്തരാക്കപ്പെട്ട ചാർലിയെയും ദിലീപിൻ്റെ സുഹൃത്ത് ശരത് ജി നായരെയും ശിക്ഷിക്കണം, അവർക്കെതിരെയും വ്യക്തമായ തെളിവുകളുണ്ട് എന്ന ആവശ്യം കൂടി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗം എന്നത് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ കാര്യത്തിലാണ്. അതിൽ പൾസർ സുനി മുതൽ ഇങ്ങോട്ട് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ കാര്യത്തിൽ അവരുടെ ശിക്ഷ കുറഞ്ഞു പോയിരിക്കുന്നു എന്നതാണ് സർക്കാർ ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർക്ക് പരമാവധി ശിക്ഷ, അവർക്ക് മേൽ തെളിഞ്ഞ കുറ്റത്തിൻ്റെ പരമാവധി ശിക്ഷ നൽകേണ്ടിയിരുന്നു. പക്ഷേ ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമാണ് വിചാരണ കോടതി നൽകിയിരിക്കുന്നത്. അത് തെറ്റായ രീതിയാണ്. അതുകൊണ്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം. ദിലീപ് അടക്കം വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിക്കണം. ഈ ആവശ്യവുമായാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അപ്പീലിന്റെ സമയപരിധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിശദമായ നിയമപരിശോധനകൾ പൂർത്തിയാക്കി സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ചയോടുകൂടി ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.